നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പ തച്ചനാട്ടുകര കരിമ്പുഴ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണവും പരിശോധനയും. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. കടുത്ത പനി ബാധിച്ച 3 പേർ കൂടി ചികിത്സയിൽ. തൃശൂരിൽ ATM കവർച്ചാ ശ്രമം. പ്രതി ഒഡീഷ സ്വദേശി സുനിൽ നായക് പോലീസ് കസ്റ്റഡിയിൽ. മോഷണശ്രമം നടന്നത് പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMൽ. സമീപത്തെ ഒരു കടയും കുത്തിത്തുറന്നു. പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. 1ാം ക്ലാസ്സിലെ വിദ്യാലയ പ്രവേശനത്തിന് കുട്ടികളുടെ ആധാർ സമർപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് KPSTA. പാലക്കാട്ട് അസോസിയേഷൻ നേതൃത്വ പരിശീലന ക്യാമ്പ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേറിട്ട പദ്ധതിയുമായി ഒറ്റപ്പാലം BRC. ഒറ്റപ്പാലം BRCക്ക് ഒരു കത്ത്. പദ്ധതിക്ക് തുടക്കം. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് BJP. പാതയിലെ കുഴികളിൽ ഭരണാധികാരികളുടെ മുഖം പതിച്ച വാഴകൾ നട്ട് പ്രതിഷേധം. 2021 നിർമ്മാണോദ്ഘാടനം നടന്ന പാത ഇന്നും അവഗണനയിലെന്ന് BJP നേതാക്കൾ. കാട്ടാനപ്പേടിയിൽ അകമല പ്രദേശം. റെയിൽവേ പാളത്തിനടുത്തെത്തി വാഴക്കൊമ്പൻ. സുരക്ഷാ നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 12 ഗുണ്ടകളെ കൂടി കാപ്പ ചുമത്തി ജയിലിലടച്ചു. നാടുകടത്തൽ ഉൾപ്പെടെ മറ്റ് നടപടികളും തുടരുന്നു. റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ PIT NDPS നിയമപ്രകാരം 2ാമത്തെ അറസ്റ്റ്. തടവിലായത് മയക്കുമരുന്ന് കച്ചവടക്കാരൻ മാർട്ടിൻ. ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രചരണ പരിപാടികൾ സജീവം. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ, കർഷകദ്രോഹ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ. നിപ തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിൽ കർശന നിരീക്ഷണവും പരിശോധനയും. അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. കടുത്ത പനി ബാധിച്ച 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 425 പേരുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. ഇതിൽ 228 പേർ മലപ്പുറത്തും 110 പേർ പാലക്കാട്ടും 87 പേർ കോഴിക്കോട്ടുമാണ്. മലപ്പുറത്ത് 12 പേർ ചികിത്സയിലുണ്ട്. തച്ചനാട്ടുകരയിൽ 3 കുട്ടികളെ കൂടി കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിപ്പ ബാധിച്ച യുവതിയുടെ ബന്ധുകൂടിയായ 10 വയസ്സുകാരനുൾപ്പെടെയാണ് 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. യുവതിയുമായി സമ്പർക്ക പട്ടികയിലുള്ളവർക്കാണ് കടുത്ത പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ സ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിൽ കർശന പരിശോധനയും നിരീക്ഷണവും ഏർപ്പെടുത്തി. 110ഓളം പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തച്ചനാട്ടുകരയിലെ 7, 8, 9, 11 വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. കൂടുതൽ നിയന്ത്രണവും കരുതലും ഏർപ്പെടുത്തുന്ന കാര്യം ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. പ്രദേശത്ത് പനി സർവൈലൻസ് നടത്താൻ നിർദ്ദേശമുണ്ട്. നിപ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ ATM കവർച്ചാ ശ്രമം. സംഭവത്തിൽ ഒഡീഷ സ്വദേശി പോലീസിന്റെ കസ്റ്റഡിയിൽ. നഗരത്തിലെ മറ്റൊരു കടയിലും പ്രതി മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMാണ് പ്രതി തകർക്കാൻ ശ്രമിച്ചത്. നഗരത്തിലെ തന്നെ പുത്തൻപള്ളിക്ക് സമീപമുള്ള മറ്റൊരു കടയും പൊളിക്കാൻ ശ്രമിച്ചു. സംഭവത്തിൽ ഒറീസ സ്വദേശി സുനിൽ നായകിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ATMൽ മോഷണത്തിന് ശ്രമിച്ചതോടെ അലാറം അടിക്കുകയായിരുന്നു. മുംബൈ ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ നിന്ന് പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് CI സിജോയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് ടോൾ പ്ലാസയിലേക്ക് മുന്നേറാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്.
കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള പാതയിൽ 7 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിൽ ജനം വലയുന്ന പശ്ചാത്തലത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്. കഴിഞ്ഞ ദിവസം മുടിക്കോട് ഉണ്ടായ ഗതാഗതക്കുരുക്കിൽ വിമാനത്താവളത്തിലേക്ക് പോയ യാത്രക്കാർക്ക് വിമാനം നഷ്ടമാകുന്ന സാഹചര്യമടക്കമുണ്ടായി. ഈ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരരംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം മാന്നന്നൂർ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് BJP ആവശ്യമുന്നയിച്ച് BJP പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ ഫോട്ടോ പതിച്ച വാഴകളാണ് റോഡിലെ കുഴികളിൽ വെച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. BJP ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. 2021 ഫെബ്രുവരി മാസം 16-ാം തീയതി ഈ മാന്നന്നൂർ വാണിയംകുളം റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അതികേമമായി നടത്തിയ ഇടതുപക്ഷ സർക്കാർ ഈ 4 കൊല്ലമായി ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തിക്കാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഓഫീസുകളടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ആളുകൾ എന്തിനാണ് ഈ നാട് ഭരിക്കുന്നത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്. വാണിയംകുളം ഏരിയ പ്രസിഡന്റ് P. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുമാ ബാബു, മണ്ഡലം സെക്രട്ടറി P. വിജുകണ്ണൻ, മനിശ്ശേരി ഏരിയ പ്രസിഡന്റ് AC സുബ്രഹ്മണ്യൻ, K. വിജയകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ TG ശാലിനി, KT ആശാദേവി എന്നിവർ നേതൃത്വം നൽകി. 2021 ഫെബ്രുവരി 16-ന് നിർമ്മാണോദ്ഘാടനം നടന്ന റോഡ് 4 വർഷം പിന്നിട്ടിട്ടും പഴയപടി തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാട്ടാനപ്പേടിയിൽ അകമല പ്രദേശം. കഴിഞ്ഞ രാത്രി കാട്ടാന റെയിൽവേ പാളത്തിന് തൊട്ടടുത്തെത്തി. വാഴക്കൊമ്പനാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. അകമല തീവണ്ടിപ്പാളത്തിനരികിലും പുലർച്ചെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 5:30 വരെയും കാട്ടാന പ്രദേശത്ത് നിലകൊണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ സൗരവൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും മരങ്ങൾ മറിച്ചിട്ട ശേഷമാണ് കാട്ടാനകൾ നാട്ടിലെത്തുന്നത്. പൂക്കുന്നത്ത ബാബുവിൻ്റെ കൃഷിയിടത്തിലെ കമ്പിവേലികളും കുറച്ച് വാഴകളും കാട്ടാന നശിപ്പിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസം കോൺട്രാക്ടർ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലും കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. തീവണ്ടിപ്പാളത്തിന് 20 മീറ്റർ മാത്രം അകലെ ആനപ്പിണ്ടവും ആനയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. റെയിൽവേ അധികൃതർ അടിയന്തരമായി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുട്ടികളുടെ ആധാർ സമർപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് KPST. പാലക്കാട്ട് നടന്ന അസോസിയേഷൻ സബ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കേരളത്തിൽ ആദ്യമായി 1 വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ 0.5 1% ഫിറ്റ്മെന്റ് തന്നത് കരുണാകരൻ്റെ കാലത്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കണം. ആദ്യമായി ഓണത്തിന് ബോണസ് തന്നത് കരുണാകരൻ്റെ കാലത്താണ്. അപ്പോൾ എന്തായാലും നമ്മളെപ്പോലെ 30 വർഷം സർവീസുള്ള ഒരാൾക്ക് 15% ഫിറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളമൊക്കെ ഇന്ന് കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഉയരത്തിലാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അധ്യാപകനെ ഏറ്റവും അവഹേളിച്ചതൊക്കെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ്. ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് നമ്മളെ ദിവസക്കൂലിക്കാരായിട്ട് തരം താഴ്ത്തിയത്.
അതുവരെ നമ്മൾ ദിവസക്കൂലിക്കാരായിരുന്നില്ല. അധ്യാപകർ ദിവസ വേതനം വാങ്ങിക്കുന്ന ആളുകളല്ല, നമുക്ക് സാലറി കിട്ടുമായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്കൂളിലും നിങ്ങളുടെ സ്കൂളിലുമൊക്കെ ഭിന്നശേഷിയുടെ വിഷയം പറഞ്ഞ് നമ്മുടെ അധ്യാപകരെ ദിവസക്കൂലിക്കാരായി മാറ്റിയത് ഈ ഇടതുപക്ഷം വന്ന ശിവദാസ മേനോന്റെ കാലം തൊട്ടാണ്, നമുക്കറിയാം. 6-ാം പ്രവൃത്തി ദിനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ ആധാർ ചേർക്കാനുള്ള അവസരമില്ല. EID ഉള്ള കുട്ടികളെപ്പോലും എണ്ണത്തിൽ കണക്കാക്കാത്തതുമൂലം ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമൊരുക്കി പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കുക, ഉച്ചഭക്ഷണ തുക മുൻകൂറായി അനുവദിക്കുക, അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുക, പ്രിൻസിപ്പൽ നിയമനം സമയബന്ധിതമായി നടത്തുക, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സ്കൂളിലും കായികാധ്യാപകരുടെ തസ്തിക അനുവദിക്കുക, 2012 ശേഷമുള്ള എല്ലാ പ്രീ പ്രൈമറികൾക്കും അംഗീകാരം നൽകുക, പ്രൈമറി പ്രധാനാധ്യാപകരെ ഇംപ്ലിമെൻറ്റിംഗ് ചാർജിൽ നിന്ന് ഒഴിവാക്കുകയോ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർക്ക് പകരം HTV തസ്തിക അനുവദിക്കുകയോ ചെയ്യുക എന്നീ പ്രമേയങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് അനൂപ് അബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രമേഷ് പാറപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ, സെക്രട്ടറി M ശ്രീജിത്ത്, സുമേഷ് കുമാർ, രാജ്മോഹൻ, മുരളീധരൻ, കിഷോർ കുമാർ, സത്യനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആധുനിക കാലത്തെ സംഘടനാ നേതൃത്വം എന്ന വിഷയത്തിൽ ഗിരീഷ് ലാൽ ഗുപ്തയും, അക്കാദമിക രംഗത്തെ പ്രതിസന്ധികളിൽ സംഘടനയുടെ ഇടപെടൽ എന്ന വിഷയത്തിൽ ML രാജ്മോഹനും, സമഗ്ര പ്ലസിനെക്കുറിച്ച് ഷിനോയ് ലാസറും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ ഉണർത്തി പരിപോഷിപ്പിക്കുന്നതിന് വേറിട്ട പരിപാടിയുമായി ഒറ്റപ്പാലം BRC. ബഡിംഗ് റൈറ്റേഴ്സിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം BRCക്ക് ഒരു കത്ത് എന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. BPC PM വെങ്കിടേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സിനിമാ നടി അനുമോൾ വിദ്യാർത്ഥികളോട് സംവദിച്ചു. KM വിശ്വദാസ് പദ്ധതി വിശദീകരിച്ചു. ഗീത, M ശ്രുതി, K സുനിത, SCRT റിസർച്ച് ഓഫീസർ ഡോക്ടർ PT അജീഷ്, EP ഗിരീഷ്, തപാൽ വകുപ്പ് പ്രതിനിധി ഡോക്ടർ ശ്രീദേവി വാര്യർ എന്നിവർ പ്രസംഗിച്ചു. BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുത്തിലും വായനയിലുമുള്ള അഭിരുചികൾ ഊട്ടിയുറപ്പിക്കുക എന്ന ശ്രമകരമായ ഇടപെടലാണ് ബഡിംഗ് റൈറ്റേഴ്സ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ഈ അധ്യയന വർഷത്തെ ബഡിംഗ് റൈറ്റേഴ്സ് പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളിൽ നിന്ന് BRCക്ക് ഒരു കത്ത് എന്ന പദ്ധതിയിലൂടെ സർഗാത്മക കഴിവുകൾ ശേഖരിക്കും. കവിതയോ കഥയോ ലേഖനങ്ങളോ യാത്രാവിവരണങ്ങളോ ഡയറിക്കുറിപ്പുകളോ മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലുമോ എഴുതി പോസ്റ്റ് ചെയ്യാം. തപാൽ വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് പദ്ധതി. കുട്ടികളിൽ കത്തെഴുതുന്ന ശീലം വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമാകും. എഴുതി അയക്കുന്ന സൃഷ്ടികളിൽ മികവുറ്റവ തിരഞ്ഞെടുത്ത് പുസ്തകമായി പ്രസിദ്ധീകരിക്കും. BRCക്ക് കീഴിൽ 83 സ്കൂളുകളിലായി 20,000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 12 പേർക്ക് കൂടി കാപ്പ ചുമത്തി. ഇതോടെ 2025 മാത്രം റൂറൽ ജില്ലയിൽ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചവരുടെ എണ്ണം 42ആയി. നാടുകടത്തൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളും തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുപ്രസിദ്ധ ഗുണ്ടകളായ ഷാജഹാൻ ജിത്ത്, മുയൽ ബിജു, ഒബ്രു വിവേക്, സജിഷ്ണു, സഞ്ജയ് ദത്ത്, ജിൻഡോ, ചാൾസ്, ഡെറിൻ, പ്രദീപ്, ആദർശ്, ജിത്രാജ് എന്നിവരെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ഇതുവരെ 115 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 73 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ നടപടിയും മറ്റുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അന്തിക്കാട്, കൊരട്ടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, അങ്കമാലി, ചെങ്ങമനാട്,
പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ തുറുങ്കിലടക്കപ്പെട്ട ഗുണ്ടകൾ. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മാർട്ടിനെ തടങ്കലിലാക്കി. PIT NDPS നിയമപ്രകാരമാണ് നടപടി. ചാലക്കുടി പരിയാരം സ്വദേശിയാണ് 34 വയസ്സുള്ള മാർട്ടിൻ. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ആഭ്യന്തര വകുപ്പ് മാർട്ടിനെതിരെ 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം തടവിലാവുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മാർട്ടിൻ. ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി മാർട്ടിനെ ചാലക്കുടി പരിയാരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെത്തിച്ച് ഉത്തരവ് നടപ്പാക്കും. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് PIT NDPS. മാർട്ടിൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ജില്ലയിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ്. തുടർന്നും കൂടുതൽ പേർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മയക്കുമരുന്ന് കച്ചവട ശൃംഖലയിലെ മുഴുവൻ ആളുകളെയും പിടികൂടുന്നതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പനയൂരിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ വയോധിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പനയൂർ ആറമ്പറ്റ വീട്ടിൽ 65 വയസ്സുള്ള മാലതിക്കാണ് ഷോക്കേറ്റത്. മാലതിയുടെ മകൻ പ്രേംകുമാറാണ് പന്നിക്ക് വൈദ്യുതി കെണി സ്ഥാപിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 സമീപത്തുകൂടി പാൽ സൊസൈറ്റിയിലേക്ക് പോകുകയായിരുന്ന ബന്ധു ഷീബയാണ് മാലതി ഷോക്കേറ്റ് പിടയുന്നത് ആദ്യം കണ്ടത്. ഓടിയെത്തിയപ്പോൾ കമ്പിയിൽ വൈദ്യുതിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഷീബ സമീപവാസികളായ മോഹനൻ, വിജയകുമാർ എന്നിവരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവരെത്തി ഉണങ്ങിയ മരക്കഷ്ണം എടുത്ത് അടിച്ചാണ് വൈദ്യുത കമ്പിയിൽ നിന്നുള്ള ഷോക്ക് വേർപെടുത്തിയത്. വയോധികയെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മാലതിക്ക് ഇടതുകൈയിൽ ഗുരുതരമായി പരിക്കുണ്ട്. സംഭവത്തിൽ മകൻ പ്രേംകുമാറിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന് മുന്നിലുള്ള വൈദ്യുതി പോസ്റ്റിൽ നിന്നാണ് ഇയാൾ വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ളതെന്ന് കണ്ടെത്തി. വീട്ടുപരിസരത്ത് സ്ഥിരമായി കാട്ടുപന്നി ശല്യമുണ്ടെന്നും അതിനാലാണ് പന്നിക്കണി സ്ഥാപിച്ചതെന്നുമാണ് പ്രേംകുമാർ പോലീസിന് നൽകിയ മൊഴി. ഷൊർണൂർ പോലീസും KSEB അധികൃതരും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂരിൽ പോലീസ് ഗുണ്ടകൾക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ അഭിവാദ്യമർപ്പിച്ച് ഫ്ലക്സ് ബോർഡ്. ഇളങ്കോ നഗർ നെല്ലുങ്കര എന്ന പേരിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. നെല്ലങ്കരയിൽ പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത ഗുണ്ടകളെ സംഘടനത്തിലൂടെ പോലീസ് കീഴടക്കിയിരുന്നു. ഇന്നലെ വൈകിട്ടോടെയാണ് ഗുണ്ട ആക്രമണമുണ്ടായ നെല്ലങ്കരയിൽ ഇളങ്കോ നഗർ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ മണ്ണുത്തി പോലീസ് രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തി ബോർഡ് എടുത്തുമാറ്റി. കോർപ്പറേഷൻ്റെയോ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ ബോർഡ് സ്ഥാപിച്ചതിനാലാണ് എടുത്തുമാറ്റിയത്. ദിവസങ്ങൾക്ക് മുമ്പ് നെല്ലങ്കരയിൽ പോലീസിന് നേരെ ഗുണ്ട ആക്രമണം നടന്നിരുന്നു. പ്രദേശത്തെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പുലർച്ചെ നടന്ന ബർത്ത്ഡേ പാർട്ടി ആഘോഷത്തിനിടെ ഗുണ്ടകൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. വിവരം കൂട്ടത്തിൽ ഒരാളുടെ അമ്മ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തിയതോടെ ഗുണ്ടകൾ പോലീസിന് നേരെ തിരിഞ്ഞു. ആക്രമണത്തിൽ 3 പോലീസ് വാഹനങ്ങൾ തകർക്കുകയും പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 6 അംഗ ഗുണ്ടാ സംഘത്തെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ സംഘടനത്തിലൂടെ പിടികൂടിയിരുന്നു. വിഷയത്തിൽ കമ്മീഷണർ ഇളങ്കോയുടെ ഗുണ്ടകൾ ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ചു, പോലീസ് പോലീസിനെ പോലെ പ്രവർത്തിച്ചു എന്ന പ്രതികരണം വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ കയ്യടിയാണ് പോലീസിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് സംഭവം നടന്ന നെല്ലങ്കരയിൽ കമ്മീഷണറുടെ പേരിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ കാൽനട പ്രചരണ ജാഥ നടത്തി. ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥ കുളപ്പുള്ളിയിൽ സമാപിച്ചു.
BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പണിമുടക്കിൻ്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന് ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയാണ് കുളപ്പുളിയിൽ സമാപിച്ചത്. സമാപന യോഗം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു അവസ്ഥയിലാണ് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചെന്തായിരുന്നു? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ആ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, മുന്നണി ഭരണമാണ്. ഈ മുന്നണി ഭരണമാണ് എന്നതുകൊണ്ട് തന്നെ ഇവര് കഴിഞ്ഞ രണ്ട് ടേമായിട്ടുണ്ടായിരുന്ന 10 വർഷക്കാലത്തെ BJP ഗവൺമെന്റിന്റെ അതേ നയം തന്നെ ഈ രാജ്യത്ത് മൂന്നാമത്തെ BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തുമെന്നുള്ള കാഴ്ചപ്പാടെല്ലാം ഉണ്ടായിരുന്നു രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച്. CPI മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ പ്രസംഗിച്ചു. CITU ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V. വേണുഗോപാലനാണ് ജാഥ നയിച്ചത്. ഡിവിഷൻ കമ്മിറ്റി അംഗം MC ശ്രീനിവാസൻ വൈസ് ക്യാപ്റ്റനും AITUC നേതാവ് EK സുഭാഷ് ജാഥ മാനേജരുമായിരുന്നു. CITU, AITUC, HMS, HMKP, KTUCM, JLU, SCWA, KTUC, NLC, INLC, NTUI എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ളതാണ് സമരസമിതി ഷൊർണൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കല്ലൂർ 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രമേശ് ഇതിൽ മുൻകൈ എടുക്കുമ്പോൾ ഒരുപാട് സംഘടനകളുടെയും ഒരുപാട് പരിപാടികളൊക്കെ പങ്കെടുത്ത് നിങ്ങളും വളരെ ആത്മാർത്ഥമായി നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസം കോഴ്സുകൾക്കും കോളേജുകൾക്കും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ആ കോഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നല്ല ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കിതേപോലെ ഈ നാടിന്റെ ആദരവും നാട്ടുകാരുടെ ബഹുമാനമൊക്കെ ശ്രദ്ധിച്ചതുപോലെ ആ സ്നേഹവും സൗഹാർദ്ദവും നാടിന്റെ നന്മയും ഒക്കെ നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. വാർഡംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകൻ KP മൊയ്തീൻകുട്ടിയെയും MP പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, മണ്ഡലം പ്രസിഡന്റ് N. അച്യുതൻകുട്ടി, AA മൂസക്കുട്ടി മാസ്റ്റർ, KK അലി, AN ഉണ്ണികൃഷ്ണൻ, അരങ്ങാട്ട് നാസർ, ഉണ്ണികൃഷ്ണൻ, VC പ്രഭാകരൻ, അപ്പുകുട്ടൻ, PK ഉണ്ണികൃഷ്ണൻ, KKA റഹ്മാൻ, ദിനേശ് വാര്യർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാലിന്യ നിക്ഷേപ കേന്ദ്രത്തെ മലർവാടിയാക്കി പാലക്കാട് നഗരസഭാ ജീവനക്കാർ 1 വർഷം നീണ്ട പരിശ്രമത്തിലൂടെ കേരള ഹരിത മിഷന് നിറങ്ങളും സുഗന്ധവും ചാലിച്ച മാതൃക സമ്മാനിച്ചിരിക്കുകയാണ് നഗരസഭ ഹെൽത്ത് ഡിവിഷനിലെ ജീവനക്കാർ. പാലക്കാട് വലിയങ്ങാടിയോട് ചേർന്ന മാലിന്യ കൂമ്പാരമായി കിടന്ന 20 സെന്റ് സ്ഥലത്താണ് ശുചിത്വ കേരളത്തിനും ഹരിത കേരളത്തിനും മാതൃകയാക്കാവുന്ന ഹരിത പാർക്ക് പിറവികൊണ്ടത്. വിവിധയിനം പൂച്ചെടികൾക്ക് പുറമെ ചീര, വെണ്ട, മുളക്, വാഴ, മത്തൻ, കുമ്പളം തുടങ്ങിയ വിഷരഹിത പച്ചക്കറിയും ഹരിത പാർക്കിൻ്റെ സവിശേഷതയാണ്. മാർക്കറ്റിനോട് ചേർന്ന മാലിന്യ കൂമ്പാരമായി കിടന്ന നഗരസഭയുടെ സ്ഥലം വീണ്ടെടുക്കാനായി ഏറെക്കാലത്തെ പരിശ്രമം വേണ്ടിവന്നു. കയ്യേറ്റവും അസാൻമാർഗിക പ്രവണതകളും ഒഴിപ്പിച്ചെടുത്താണ് ഹരിത പാർക്കിന് തുടക്കം കുറിച്ചത്. പാർക്ക് യാഥാർത്ഥ്യമായതോടെ മൂക്കുപൊത്താതെ വഴി നടക്കാനും വീട്ടിൽ കഴിയാനും മാത്രമല്ല കൊതുകു ശല്യവും അണുശല്യവും കുറഞ്ഞതിൻ്റെ ആരോഗ്യ സന്ദേശം കൂടിയാണ് ഇവിടെ നൽകുന്നത്. നഗരസഭ 2 ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ EV, ഡോക്ടർ പ്രശാന്ത്, S. ബൈജു എന്നിവർക്ക് കീഴിൽ കണ്ടിജന്റ് തൊഴിലാളികളും ഹരിതകർമ്മസേന അംഗങ്ങളും ഒരുമിച്ചതോടെയാണ് കേരളത്തിന് മാതൃകയാക്കാവുന്ന ഹരിത പാർക്ക് രൂപപ്പെട്ടത്. നാട്ടിലാകെ മാലിന്യ നിക്ഷേപവും മാലിന്യ നിർമ്മാർജ്ജനവും കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് പാലക്കാട് നഗരസഭ ഹെൽത്ത് ഡിവിഷൻ 2 ഹരിത പാർക്ക് വലിയ മാതൃകയാകുന്നത്. നഗരസഭയിലെ 3 വാർഡുകളിലെ മാലിന്യ വേർതിരിവ് കേന്ദ്രത്തിനോട് ചേർന്നാണ് ഹരിത പാർക്ക് എന്നതുകൊണ്ട് വളപ്രയോഗത്തിനും പരിചരണത്തിനും നിത്യവും ആളുണ്ട്. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ശുചിമുറി, വിശ്രമമുറി എന്നീ സൗകര്യങ്ങളോടെ മിനി MCF പ്രവർത്തിക്കുന്നതും കേരളത്തിൽ ഇവിടെ മാത്രമാണെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു. നേരത്തെ ഇതൊരു മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയിട്ട് ഇവിടെ
ജൈവ പാർക്ക് ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിൽ എന്താണ് ഹരിത പാർക്ക്, പിന്നെ വിഷരഹിതമായ പച്ചക്കറി തോട്ടം. ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഹരിതകർമ്മസേനയ്ക്ക് ഒരു റെസ്റ്റ് റൂമും ടോയ്ലറ്റും ഒരുക്കിയിറക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാലക്കാട് നഗരസഭ ഇതിനു വേണ്ടി ഹെൽത്ത് ഡിവിഷൻ 2-ൻ്റെ എല്ലാ ആൾക്കാരുടെയും സഹകരണം, അത് പറഞ്ഞാൽ ജീവനക്കാരും നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരും ജീവനക്കാരുടെയും ഹരിതകർമ്മസേനയുടെയും അത് പറഞ്ഞാൽ നാട്ടുകാരുടെയും നമ്മുടെ ഹെൽത്ത് ഡിവിഷൻ 2-ലെ കൗൺസിലർമാരുടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കാരണം ഒരുക്കാൻ കഴിഞ്ഞത്. 10 മാസത്തോടെയുള്ള നമ്മുടെ ഭഗീരഥ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് വരിക, സന്ദർശിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സേവാഭാരതി ജില്ലാ വാർഷിക പൊതുയോഗം പെരിങ്ങോട്ടുകുറിശി പിലാപ്പുള്ളിയിൽ സംഘടിപ്പിച്ചു. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജയന്തി വാസൻ ഉദ്ഘാടനം ചെയ്തു. KM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാകേഷ് നായർ, ഡോക്ടർ വിജിത്ത്, M ഹരീഷ്, ഗോപാലൻകുട്ടി മാസ്റ്റർ, K സുധീർ, ഡോക്ടർ രാജേഷ്, M ഉണ്ണികൃഷ്ണൻ, CP ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഈ സാമൂഹ്യ സേവനത്തോടൊപ്പം തന്നെ ഭൗതികമായ ഒരു ഉണർവിന് വേണ്ടി ഒരു സേവാഭാരതി എന്തെങ്കിലും, അതായത് ഒരു ഭൗതിക കൂട്ടായ്മ ഇതിന് വേണം. കാരണം ഭാരതീയ വിചാരകേന്ദ്രം പോലെ ഹൈന്ദവ സംഘടനകൾക്ക് ഒരു ചിന്തിക്കുന്ന ഒരു പൂൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ കൂടുതലും ഹൈന്ദവ സംഘടനയുമായി കാലാകാലങ്ങളായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ വീക്ഷണങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങളെപ്പോലെ സ്വതന്ത്രമായി നിൽക്കുന്ന ആളുകളുടെ വീക്ഷണങ്ങൾ കേൾക്കാറ്. യൂത്ത് കോൺഗ്രസ് പറളി മണ്ഡലം കൺവെൻഷൻ പറളിയിൽ നടന്നു. വേര് എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ KPCC സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഹക്കീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, സംസ്ഥാന സെക്രട്ടറി ജിസാൻ മുഹമ്മദ്, നവാസ് മുഹമ്മദ്, KS അഫ്സർ, സജിലേഷ് തലപ്പറ്റ, ഗുരുവായൂരപ്പൻ, വാർഡ് മെമ്പർമാരായ MV ചെമ്പകവല്ലി, പ്രീത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചേലക്കര നിയോജകമണ്ഡലം ബഹ്റിൻ പ്രവാസി കൂട്ടായ്മയായ നിള ബഹ്റിൻ മെമ്പർമാരുടെ മക്കളിൽ SSLC+2 ICSE പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിള കൂട്ടായ്മയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന മാഹിർ അലിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാഹിർ അലി പുരസ്കാരങ്ങൾ നൽകിയാണ് വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. സംഘടനാ ഭാരവാഹികളായ അബ്ദുള്ള ചെറുതുരുത്തി, റഷീദ് ആറ്റൂർ, മുഹമ്മദ് കുട്ടി പൂളയ്ക്കൽ, അബ്ദുൾ അസീസ് ചുങ്കോണത്ത്, ഷറഫുദ്ദീൻ പുതുശ്ശേരി, അസീസ് പള്ളം, ഹനീഫ ആറ്റൂർ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ വർഷവും നടത്തി വരാറുള്ള വിദ്യാഭ്യാസ അവാർഡ് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങളുടെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന മാഹിർ അലി സ്മാരക വിദ്യാഭ്യാസ അവാർഡായിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. നാട്ടിലും വിദേശത്തും നിള മെമ്പർമാരുടെ മക്കൾ പഠിച്ച് വിജയിച്ച എല്ലാ കുട്ടികൾക്കും CBSE, ICSE, +2 അങ്ങനെ എല്ലാ മേഖലയിലും വിജയിച്ച കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ പോയി ഞങ്ങളുടെ മെമ്പർമാർ, അതാത് സമയങ്ങളിലെത്തുന്ന ആ മെമ്പർമാർ അവരുടെ വീടുകളിൽ പോയി ആ കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. കഴിഞ്ഞ വർഷം ചെയ്തു, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷവും ഞങ്ങൾ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പന്നിശല്യവും ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചതോടെ പാതയോരത്തെ കാടുകൾ വെട്ടിമാറ്റുകയാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. 5-ാം വാർഡിലെ മുഴുവൻ പാതയോരങ്ങളിലെയും പൊന്തക്കാടുകൾ വെട്ടിമാറ്റാനാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും 4 കാടുവെട്ടി യന്ത്രങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അൻവർ സാദിഖ് പറഞ്ഞു. സ്വന്തം ചിലവിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്. യാത്രക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ കാട് വെട്ടിമാറ്റാൻ തീരുമാനിച്ചത്. പകൽ പോലും പന്നിശല്യവും ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പാഴ്ചെടികൾ വെട്ടിമാറ്റണം എന്ന് കഴിഞ്ഞ നമ്മുടെ വാർഡ് സംഗമത്തിൽ 1-2 ആളുകൾ പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഉടൻ തന്നെ അത് വെട്ടിമാറ്റും എന്നുള്ളത്. വാർഡിലെ എല്ലാ പ്രദേശങ്ങളും ഈ പാഴ്ചെടികൾ വെട്ടിമാറ്റി വളരെ ശുദ്ധീകരിക്കുക എന്നുള്ള യജ്ഞത്തിലാണ് നമ്മൾ. അതുകൊണ്ട് പൊതുജനങ്ങൾ സഹകരിക്കണം. വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ വിജയാരവം 2025 സംഘടിപ്പിച്ചു. SSLC ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. VK ശ്രീകണ്ഠൻ MP,
വിജയാരവം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളിൽ ഞങ്ങൾക്ക് എന്താ പ്രതീക്ഷ? ഞങ്ങളെ നിങ്ങൾ സഹായിക്കില്ല. നിങ്ങൾ സമൂഹത്തിനോട് കടപ്പെട്ടവരായി ഈ നാടിന് നന്മ ചെയ്യുമ്പോൾ അത് ഒരുപാട് തലമുറയ്ക്ക് ഗുണപ്രദമാവും. ആ പ്രതീക്ഷയാണ് നിങ്ങളിലുള്ളത്. നിങ്ങളെ കാണുമ്പോൾ ഉള്ളത് നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം, നിങ്ങളുടെ ഊർജ്ജസ്വലത, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ മികവ്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, നല്ല കായികക്ഷമതയുള്ള കുട്ടികൾ പാലക്കാടുണ്ട്. നല്ല കലാമത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മികവ് പുലർത്തുന്ന കുട്ടികൾ. ഇതെല്ലാം മനുഷ്യന് വേണ്ട ഗുണങ്ങളാണ്. ആ സവിശേഷ ഗുണങ്ങളോടുകൂടി നിങ്ങൾ നല്ല ഉയരത്തിലെത്തണമെന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപകൻ M ശശികുമാർ, M മോഹനൻ മാസ്റ്റർ, കെ ബി ജയചന്ദ്രൻ, C ഗോപാലകൃഷ്ണൻ നായർ, V വാസുദേവൻ മാസ്റ്റർ, V പത്മജൻ, M വിശാഖ, PR രാജേഷ്, KR അജിത് തമ്പാൻ, K ഷിജി എന്നിവർ പ്രസംഗിച്ചു. 5 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറുകൾ MP ഫണ്ടിൽ നിന്ന് VK ശ്രീകണ്ഠൻ സ്കൂളിലേക്ക് അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂർ ചെങ്ങണിയൂർക്കാവ് തുളസി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, PV അബ്ദുൽ ഖാദർ, PK പ്രിയകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. P പ്രസീല സ്വാഗതവും ഇന്ദ്രപ്രസാദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കായിക താരങ്ങളെ ആദരിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. ദേശമംഗലത്ത് മാനസിക അസ്വസ്ഥതയുള്ള യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കറ്റുവട്ടൂർ കപ്പാരത്തു പറമ്പിൽ 44 വയസ്സുള്ള ഹരിദാസനെയാണ് ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൊർണൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഷൊർണൂർ പരുത്തിപ്ര NSS കരയോഗം മാസാദ്യ പൊതുയോഗവും അനുമോദനവും സംഘടിപ്പിച്ചു. SSLC +2 USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. കരയോഗം പ്രസിഡന്റ് ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധാകരൻ പാലാട്ട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ പാലാട്ട് നന്ദിയും പറഞ്ഞു. അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് SSLC +2 വിജയികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. അനുമോദന സദസ്സ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് മേജർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉപഹാര സമർപ്പണം നടത്തി. ശരൺ അപ്പു വിശിഷ്ടാതിഥിയായിരുന്നു. ബാങ്ക് സെക്രട്ടറി M മോഹൻകുമാർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി M സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. കർഷക സംഘം പരുത്തിപ്പുള്ളി വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി KA ശിവദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് K ശിവൻ കർഷകരെ ആദരിച്ചു. വില്ലേജ് സെക്രട്ടറി PS പ്രേംനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MP കുഞ്ചു പതാക ഉയർത്തി. സ്വാഗത സംഘം ചെയർമാൻ R രാജകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇന്ത്യയിലെ ഒരു കണക്ക് എടുത്തപ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു ലോകരാജ്യങ്ങളിലെല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടാത്ത കണക്ക് നോക്കിയാൽ 128ാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സ്ഥാനം മാറിക്കഴിഞ്ഞുവെന്നാണ് ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കണക്ക് പ്രകാരമാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരം 128ാമത് സ്ഥാനത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അതിരൂക്ഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ദാരിദ്ര്യമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരികൾ മാറ്റുലി. കേരളത്തിൻ്റെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ നിലയിലാണെന്ന ആക്ഷേപം വ്യാപകമാണ്. പല സർക്കാർ ആശുപത്രികളുടെയും നില പരിതാപകരമാണെന്ന് വലിയൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരോഗ്യമേഖല വെന്റിലേറ്ററിലോ? കേരളത്തിലെ ആരോഗ്യരംഗം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. താലൂക്ക് ആസ്പത്രികൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെട്ടതാക്കി. മെഡിക്കൽ കോളേജുകളിൽ
വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളുണ്ടായി. അങ്ങനെ പൊതുവായി പറഞ്ഞാൽ ആരോഗ്യ മേഖല കേരളത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ, അതുപോലെ കുടുംബാരോഗ്യ കേന്ദ്രം മുതൽ സബ് സെൻ്ററുകൾ വരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പണ്ടത്തെ കാലത്ത് UDF ഭരിക്കുന്ന കാലത്ത് മെഡിക്കൽ കോളേജുകളിൽ പോയാൽ വരുന്നില്ല, ഡോക്ടറില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വരുന്നും ഡോക്ടർമാരും ഒക്കെ ഉള്ള സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിയിട്ടുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിൽ ആരോഗ്യരംഗം മാറിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നിപ്പ തച്ചനാട്ടുകര കരിമ്പുഴ പ്രദേശങ്ങളിൽ കർശന നിരീക്ഷണവും പരിശോധനയും. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. കടുത്ത പനി ബാധിച്ച 3 പേർ കൂടി ചികിത്സയിൽ. തൃശൂരിൽ ATM കവർച്ചാ ശ്രമം. പ്രതി ഒഡീഷ സ്വദേശി സുനിൽ നായക് പോലീസ് കസ്റ്റഡിയിൽ. മോഷണശ്രമം നടന്നത് പട്ടാളം റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ATMൽ. സമീപത്തെ ഒരു കടയും കുത്തിത്തുറന്നു. പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. 1-ാം ക്ലാസ്സിലെ വിദ്യാലയ പ്രവേശനത്തിന് കുട്ടികളുടെ ആധാർ സമർപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിക്കണമെന്ന് KPSTA. പാലക്കാട്ട് അസോസിയേഷൻ നേതൃത്വ പരിശീലന ക്യാമ്പ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേറിട്ട പദ്ധതിയുമായി ഒറ്റപ്പാലം BRC. ഒറ്റപ്പാലം BRCക്ക് ഒരു കത്ത്. പദ്ധതിക്ക് തുടക്കം. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് BJP. പാതയിലെ കുഴികളിൽ ഭരണാധികാരികളുടെ മുഖം പതിച്ച വാഴകൾ നട്ട് പ്രതിഷേധം. 2021 നിർമ്മാണോദ്ഘാടനം നടന്ന പാത ഇന്നും അവഗണനയിലെന്ന് BJP നേതാക്കൾ. കാട്ടാനപ്പേടിയിൽ അകമല പ്രദേശം. റെയിൽവേ പാളത്തിനടുത്തെത്തി വാഴക്കൊമ്പൻ. സുരക്ഷാ നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ. തൃശൂർ റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 12 ഗുണ്ടകളെ കൂടി കാപ്പ ചുമത്തി ജയിലിലടച്ചു. നാടുകടത്തൽ ഉൾപ്പെടെ മറ്റ് നടപടികളും തുടരുന്നു. റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ PIT NDPS നിയമപ്രകാരം 2ാമത്തെ അറസ്റ്റ്. തടവിലായത് മയക്കുമരുന്ന് കച്ചവടക്കാരൻ മാർട്ടിൻ. ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രചരണ പരിപാടികൾ സജീവം. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. പണിമുടക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ, കർഷകദ്രോഹ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.